ഈശ്വരാ, ഓ എന്ത് വേദന. ഓ എന്റെ കാല് ദൈവമേ. മക്കളെ ഒന്ന് വേഗം വാ, ഞാനിവിടെ വേലാതിരിക്കുക മക്കളെ. എന്റെ കാല് വയ്യ. ഭാനുമേ, എന്തു പറ്റി? എന്തു പറ്റി? അല്ല, ആരാ ഗേറ്റ് ഒക്കെ തുറന്നിട്ടിരിക്കുന്നേ? അല്ല, ഭാനുമ വീഴോ മറ്റോ ചെയ്തോ? എന്താ ഉണ്ടായേ? എന്തു പറ്റി? അല്ല, ആർച്ചമോളും ഭദ്രമോളൊക്കെ എവിടെ? ഒന്നും പറയണ്ട മക്കളെ, ആ കുഞ്ഞുങ്ങളെ വിനയനെടുത്തോണ്ട് പോയി. ഇന്ദ്രേട്ടാ, ഇത് കേട്ടില്ലേ? ചിരുവിന്റെ 2 മക്കളെയും വിനയ വന്ന് എടുത്തോണ്ട് പോയെന്ന്. അതെങ്ങനെ? ഭാനുമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാനിവിടെ ഉണ്ടായിരുന്നു മോനെ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ചു പറഞ്ഞു, അവൻ കേട്ടില്ല. കുഞ്ഞുങ്ങളെ മാഷാണ് എന്നെ ഏൽപ്പിച്ചതെന്നും മാഷ് ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിക്കോളാനും ഞാൻ പറഞ്ഞു. എന്നിട്ടും അവൻ കേട്ടില്ല. എന്റെ മക്കളെ ഞാൻ കൊണ്ടുപോകുന്ന വാശിയിൽ അവൻ കുഞ്ഞുങ്ങളുമായി വണ്ടിയിൽ കയറിപ്പോയി. ഈശ്വരാ, എന്നിട്ടും ഞാൻ വിട്ടില്ല. ആ വണ്ടിക്ക് മുമ്പിൽ ഞാൻ തടസ്സം നിന്നു. എന്റെ ദേഹത്തോടെ വണ്ടി കയറ്റി പോയിക്കോ, എന്നിട്ടേ നിനക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റൂന്ന് പറഞ്ഞു. അപ്പൊ അവനൊന്ന് അയഞ്ഞതാ. പക്ഷേ അപ്പോഴേക്കും എനിക്കൊന്ന് കാണണം. അവൻ പിള്ളേരെ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. ഭാനുമേ, നിങ്ങളിങ്ങനെ വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ മക്കളെ എനിക്ക് വിട്ടുതരാനേ ആരും പറയും, ഏത് കോടതിയും പറയും. എടാ, നിന്റെ മക്കളെ നീ ആരെ ഏൽപ്പിച്ചത്? അവരോട് പോയി മേടിക്ക്. ഇപ്പൊ ഈ കുട്ടികളെ നീ കൊണ്ടുപോകരുത്. എനിക്ക് അവരെ ഉത്തരവാദിത്തോടെ തിരിച്ചേൽപ്പിക്കണം. ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കുക. ചെയ്യാനാണെന്ന് പറഞ്ഞു. സുശീലാന്റെ വന്നല്ലോ. ന്യായം ആരുടെ ഭാഗത്താണെന്ന് ആന്റി പറയണ്ട. എനിക്കിതിൽ ആരുടെ ന്യായവും കേൾക്കണ്ട. മാഷോ അതുപോലെ വേണ്ടപ്പെട്ടവരാരെങ്കിലുമോ വരാതെ കുട്ടികളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ വിനിയ, എന്താ ഇവിടെ പ്രശ്നം? ഇതെന്താ വഴിതടയൽ സമരമാണോ? അച്ഛൻ ഹോസ്പിറ്റലല്ലേ ആന്റി. എന്റെ മക്കളെ നോക്കാൻ ഇവിടെ ഭാനുമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചപ്പോ ഭാനുമ്മ അതിന് സമ്മതിക്കുന്നില്ല. മക്കള് വണ്ടിയിലിരിക്കുക, ഭാനുമ്മയാണെങ്കിൽ ഈ വണ്ടി വിടുന്നുമില്ല. അതെന്താ ഭാനുമ്മേ, കുട്ടികൾ അവരുടെ അച്ഛൻ്റെ കൂടെ പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവര് വിട്ടുകൂടെ? ഇല്ല സുശീലേ, മാഷ് തിരിച്ചു വരാതെ കുട്ടികളെ വിട്ടുകൊടുക്കില്ല. മാഷിന്റെ സമ്മതത്തോടെ അവൻ കൊണ്ടുപോയിക്കോട്ടെ, അതല്ലേ ന്യായം. അതിന് ന്യായം നടത്താൻ മാഷ് അവിടെ. അയാള് ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ തിരിച്ചു വരുമെന്ന് വെച്ചാ അതുവരെ 2 കൊച്ചുങ്ങളെ ഭാനുമ്മയ്ക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമോ? ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, നീ ഇപ്പൊ എന്തിനാ സുശീല വീണ്ടും ഇങ്ങോട്ട് വന്നത്? ഓഹോ, ഇവൻ വിളിച്ചിട്ടായിരിക്കും അല്ലേ? നിന്റെ രാവിലത്തെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നിയതാ എന്തോ മനസ്സിൽ കണ്ടിട്ടുള്ള വരവാണെന്ന്. പക്ഷേ നീ എന്നോട് ഇങ്ങനെ ചെയ്യരുത് സുശീലേ. ഇവനോട് മക്കളെ ഇവിടെ വെച്ചിട്ട് തിരിച്ചു പോകാൻ പറയണം. അതെങ്ങനെയാ ഭാനുമ്മേ? അവന്റെ മക്കളെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറയാൻ പറ്റുമോ? അവന്റെ മക്കളെ അവൻ തന്നെ കൊണ്ടുപോയി വളർത്തണമെന്നേ ഞാൻ പറയൂ. കേട്ടല്ലോ അവര് പറഞ്ഞത്. ന്യായം എന്റെ ഭാഗത്താണെന്ന് 3ാമതൊരാള് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ അങ്ങ് കൊണ്ടുപോവാ. ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എടാ വിനയ, എടാ, ചത്താലും മക്കളെ ഞാൻ നിന്റെ കൂടെ വിടത്തില്ല. ഭാനുമേ, മക്കള് വണ്ടിക്കകത്തിരുന്ന് കരയോ? ഇനി എനിക്ക് പോയാ പറ്റൂ. ഭാനുമ്മേ, ആവശ്യമില്ല തടസ്സം നിൽക്കല്ലേ. വെറുതെ ആയുസ് കളയാതെ ഇങ്ങോട്ട് മാറി നിൽക്കേ. അവൻ പൊയ്ക്കോട്ടെ. വേണ്ട, വിനയന് വേണ്ടി നീ എന്നോട് നെറികേട് കാണിക്കല്ലേ ഭാനുമ്മേ. അവന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോട്ടെ, അവന്റെ ആവശ്യമല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നേ. ഇങ്ങോട്ട് മാറാനാ പറഞ്ഞേ. ആവശ്യമില്ലാത്ത കാര്യം തടസ്സം നിൽക്കല്ലേ. മാറ്.
അയ്യോ എന്റെ കാല്. നീ എടുത്തോട്ട് പോടാ വണ്ടി. ആ, ആ, അയ്യോ ആ, അയ്യോ ആ, എന്റെ കാല്. നിങ്ങൾ എന്തോന്നാ ഇത്? വേറെ പണിയൊന്നുമില്ലേ? അയ്യോ എന്റെ കുഞ്ഞുങ്ങള്. ഈശ്വരാ, ഈ കൊലച്ചാതി ചെയ്ത് നിന്നോട് ദൈവം പൊറുക്കില്ലടി. അയ്യോ ദൈവം പൊറുക്കില്ല. ദൈവമേ എന്റെ കാല്. അയ്യോ